നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് KSRTCക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉപയോഗിക്കരുതെന്നും ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ലെന്നും അത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. മുൻപ് തീർത്ഥാടന കാലത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കിയതും കുട്ടികളെ അടക്കം നിർത്തിക്കൊണ്ടുപോയതും വിവാദമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. നാളെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നതോടെ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് തുടക്കമാകും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡും സർക്കാരും തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്ത് പ്രവേശനം നൽകും. ഓൺലൈൻ ബുക്ക് ചെയ്യാതെ എത്തുന്നവർ തിരിച്ചറിയൽ രേഖയും ഫോട്ടോയും നൽകണം. എരുമേലി, പമ്പ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യമുണ്ടാവുക. ഇതിനായി പമ്പയിൽ 5ഉം എരുമേലിയിലും വണ്ടിപ്പെരിയാറും 3 വീതവും കൗണ്ടറുകളായിരിക്കും ഉണ്ടായിരിക്കുക. ബാർകോഡ് സംവിധാനത്തോടെയാകും സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകർക്ക് പാസുകൾ അനുവദിക്കുന്നത്. ശബരിമല തീർത്ഥാടകർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കയ്യിൽ കരുതണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തവണ സീസൺ തുടങ്ങുന്നത് മുതൽ 18 മണിക്കൂർ വരെ ദർശനം അനുവദിച്ചിട്ടുണ്ട്. തിരക്ക് കൂടുതലുള്ള സമയത്ത് ഭക്തർക്ക് വിശ്രമിക്കാൻ പമ്പയിൽ കൂടുതൽ നടപ്പന്തലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്.